ഹലോ. ഹായ് നിഖില, കേൾക്കാമോ? ഗുഡ് ആഫ്റ്റർനൂൺ. ഹായ്. ഹലോ. അപ്പൊ എന്റെ പേര് മൈത്രേയ് എന്നാണ്. ഞാനാണ് നിങ്ങൾക്ക് അസസ്മെന്റ് ഇൻ കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് എന്ന് പറയുന്ന പേപ്പർ എടുക്കുന്നത്. നമ്മളെ NPCE 022 എന്ന് പറയുന്ന പേപ്പർ ഹാൻഡിൽ ചെയ്തത് ഞാനാണ്. അപ്പൊ ഞാനാണ് എന്താണ് അസസ്മെന്റ് വരുന്നത്, എങ്ങനെയാണ് നമ്മുടെ കൗൺസിലിംഗ് പ്രോസസ്സിൽ, അതായത് കുറച്ചും കൂടെ നമുക്ക് എന്താണ് ഒരു ക്ലിനിക്കൽ ബേസ്ഡ് ആയിട്ട് ഒരു കൗൺസിലിംഗ് പ്രോസസ്സിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, ഡിസോർഡേഴ്സ് വരുമ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്റെ പേര് മൈത്രേയ്. ഞാൻ അപ്പാസ് വെൽനസിലെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. നിഖില UG ചെയ്തത് എങ്ങനെയാ, റെഗുലർ ആയിട്ടാണോ? അല്ലല്ല, ഇപ്പൊ ഞാനൊരൊറ്റ ആളേ ഉള്ളൂ ഈ ക്ലാസ്സില്. എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാർ കൂടി ഉണ്ട്, അവർക്ക് ടൈം ഓക്കെ അല്ലാതെ ഒന്നും അവർ കേറിയിട്ടില്ല. ഇപ്പൊ താൻ മാത്രമേ ഉള്ളൂ. ഇല്ലല്ല, ഞാൻ ആക്ച്വലി MAPC എനിക്ക് തോന്നുന്നു 1 or 2 years മുമ്പ് എൻറോൾ ചെയ്ത. ഞാൻ ഫസ്റ്റ് ഇയർ ഒന്നും കൊടുത്തിട്ടില്ല. എനിക്ക് ടോട്ടലി ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ടാണ്. ഞാനിപ്പം IT വർക്ക് ചെയ്യാം. ഞാനിപ്പോ ഇത് ഓഫീസിന്റെ ഇടയിൽ എടുത്തതും. അപ്പം ഞാന് സെക്കൻഡ് ഇയർ അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ക്ലിയർ ചെയ്യാന്ന് വിചാരിച്ചിട്ട് സെക്കൻഡ് ഇയർ പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ട് പിന്നെ ഫസ്റ്റ് ഇയറിലേക്ക് പോവാതെ വിചാരിച്ചിരിക്കാം. കുറച്ചൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. മറ്റേ സിംബയോസിന്റെ ഒരു കോഴ്സ് ഉണ്ടല്ലോ, അത് ഞാൻ ഏകദേശം കംപ്ലീറ്റ് ആവാനായി. ഇപ്പൊ കുറച്ചൊരു ഐഡിയ ഉണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് എന്തായാലും ഇത് സ്റ്റാർട്ട് ചെയ്യാം. കൗൺസിലിംഗിന്റെ അസസ്മെന്റ് ആണ് വരുന്നത്. നമുക്ക് എങ്ങനെയാണ് അസസ് ചെയ്യുന്നത്, ഇന്റർവ്യൂ മെത്തേഡ് എന്താണ്, അല്ലെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റുകൾ എങ്ങനെയാണ്, അങ്ങനെ നമ്മളൊരു കൗൺസിലിംഗ് സെറ്റിംഗ്സ് വരുമ്പോൾ ഡിസോർഡേഴ്സ് എങ്ങനെ അസസ് ചെയ്യും, കൗൺസിലിംഗിൽ അത് എങ്ങനെ ഉപകാരപ്പെടുന്നു എന്നുള്ള ഒരു പേപ്പറാണ്. കുറച്ചുകൂടി അപ്ലിക്കേഷൻ ലെവലിൽ വരുന്ന പേപ്പറാണ്. അത് നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? താൻ ഫ്രീ അല്ലേ? തിരക്കിലാണോ? അല്ലല്ല, ഞാൻ ഈ സമയത്ത് മീറ്റിംഗ്സ് ഒന്നും ഇല്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ ലോഗിൻ ചെയ്ത. പക്ഷെ ഞാൻ ഒറ്റയ്ക്കാന്ന് വിചാരിച്ചില്ല. ഇതിനി അപ്ലോഡ് ചെയ്യോ ഈ ക്ലാസ്? നമ്മൾ ഈ ക്ലാസ് വിത്തിൻ 24 hours നമ്മൾ എന്ത് ചെയ്യാറ്, അപ്ലോഡ് ചെയ്യാറുള്ളത്. കാരണം എനിക്ക് ഡെയിലി ഈ ടൈം പറ്റുമോ അറിയില്ല. അപ്പൊ മിസ്സായാലും അവിടെ ഉണ്ടാവുമല്ലോ അല്ലെ ലൈവ്? ഉണ്ടാവും. നമ്മൾ 24 മണിക്കൂർ ഇന്ന് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ നാളെ 3 മണിക്കുള്ളിൽ നമ്മൾ നമ്മുടെ ആപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ യൂണിറ്റ് 1ന്റെ എത്രാമത്തെ പാർട്ടാണ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സെയിം ലൈവ് ക്ലാസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു എഫക്റ്റ് തന്നെ നമുക്ക് കിട്ടും. പിന്നെ ലെക്ചർ എഴുതാനായിട്ട് നോക്കുക. ഇപ്പൊ എന്തെങ്കിലും ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ എന്താണ് മെയിൻ പോയിന്റ്സ്, കണക്ട് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടേതായ പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത് കാര്യങ്ങൾ, പിന്നെ സബായിട്ട് കുറച്ച് ടോപ്പിക്സ് വരുമല്ലോ, അതൊക്കെ ലെക്ചർ ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് പറയുന്നത് എന്താ, നമ്മുടെ യൂണിറ്റ് 1ന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് ആണ് പറയുന്നത്. അതായത് എന്താണ് സൈക്കോളജിക്കൽ അസസ്മെന്റ് എന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് ആണ് ഇതില്. Psychological assessment in counseling. The counselor uses various assessment techniques for which the most known is the standardized tools named as psychological test to assess client's behavior. എന്താ പറയുന്നത്, അതായത് നമ്മുടെ ഒരു കൗൺസിലിംഗ് സെറ്റിംഗ്സിൽ, ഒരു തെറാപ്യൂട്ടിക് ആയിട്ടുള്ള ഒരു കൗൺസിലിംഗ് സെറ്റിംഗ്സിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യാറുണ്ട്. എന്തിനാണ്, നമ്മുടെ ക്ലയന്റിന്റെ ബിഹേവിയർ എന്താണ്, അവരുടെ പ്രോബ്ലത്തിന്റെ സിവിയാരിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് അറിയാനായിട്ട് നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള അസസ്മെന്റ് ടൂൾസ് എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. അതെന്താണ്, കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറെ ടെസ്റ്റുകൾ ഉണ്ട് അല്ലെ. നമുക്ക് ഡിപ്രഷൻ ആണെങ്കിൽ ബെക്കിന്റെ ടെസ്റ്റ് വരുന്നുണ്ട്. അതല്ല ഹാംഡി എന്ന് പറഞ്ഞ ഹാമിൽട്ടന്റെ ഒരു ഡിപ്രഷൻ സ്കെയിൽ വരുന്നുണ്ട്. ആൻസൈറ്റി ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഹാമിൽട്ടന്റെ ഒരു സ്കെയിൽ വരുന്നുണ്ട്. ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി ട്രൈറ്റുകൾ മനസ്സിലാക്കാനായിട്ട് നമുക്ക് എന്താണ് EPQ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ TAT നമ്മൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ റൊഷാർക്കിന്റെ പേഴ്സണാലിറ്റി ടെസ്റ്റ്. അപ്പൊ അങ്ങനെ ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കുക, അതല്ല അവരുടെ ഡിപ്രഷൻ മനസ്സിലാക്കുക, ഏത് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഫീച്ചർ മനസ്സിലാക്കാനായാലും നമുക്ക് എന്തുണ്ട്, സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള ടൂൾസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, സൈക്കോളജിക്കൽ അസസ്മെന്റ് എന്ന് പറയുക. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് ഏതാണ്, സൈക്കോളജിക്കൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകളുടെ കാര്യമാണ്. അതല്ലാത്ത പക്ഷം നമ്മൾ എന്തൊക്കെയാണ്, ഒബ്സർവേഷൻ മെത്തേഡിലൂടെ നമ്മൾ മനസ്സിലാക്കാറുണ്ട്, ഇന്റർവ്യൂ മെത്തേഡിലൂടെ, സർവേ മെത്തേഡിലൂടെ, അതല്ല ഫീൽഡ് സ്റ്റഡീസിലൂടെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സൈക്കോളജിക്കൽ അസസ്മെന്റ് നടത്താറുണ്ട്. ഇത്രയും ക്ലിയർ ആണോ? സ്പീഡ് കുറക്കണം, എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ?
ഇല്ല, ഓക്കെയാണ്. ഓക്കെ. പിന്നെ നമ്മൾ എന്താ പറയുന്നത്? Formal assessment is planned and is based on certain predetermined criteria, whereas some assessment techniques are non-standardized, such as case study, interview, observation, etc. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്ത് പറയുന്നതാണ്. നമുക്ക് എന്താണ് ഫോർമൽ ആയിട്ടുള്ള അസസ്മെന്റ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഇൻഫോർമൽ ആയിട്ടുള്ള അസസ്മെന്റ് ഉണ്ട്. ഫോർമൽ ആയിട്ടുള്ള അസസ്മെന്റ് എന്തായിരിക്കും? കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ടുള്ള ക്രൈറ്റീരിയ വെച്ച് എത്ര മിനിറ്റിനുള്ളിലാണ് നമ്മൾ ഈ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിന്റെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള സ്കോറിംഗ് മെത്തേഡ് വരുന്നത്. അപ്പൊ ഈ ഒരു റേഞ്ച് ഇപ്പൊ 0 to 14 വരികയാണെന്നുണ്ടെങ്കിൽ ഡിപ്രഷൻ മൈൽഡ് ആണോ, അതല്ല 14 മുകളിലേക്ക് വരികയാണെങ്കിൽ മോഡറേറ്റ് ആണോ, അല്ലെങ്കിൽ ഒരു 25 മുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സിവിയർ ആയിട്ടുള്ള ഡിപ്രഷൻ ആണോ, ആൻസൈറ്റി ആണോ, അങ്ങനെ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ടൂൾ ഉപയോഗിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഫോർമൽ അസസ്മെന്റും. അതല്ല കുറച്ചും കൂടി ഇലാബറേറ്റ് ആയിട്ട് നമുക്ക് കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്താണ് ഇൻഫോർമൽ ആയിട്ടുള്ള അസസ്മെന്റ് ആണ്. അപ്പൊ ഫോർമൽ അസസ്മെന്റിൽ എന്തായിരിക്കും വരിക? പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ക്രൈറ്റീരിയ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക ആ ടെക്നിക്കുകളിൽ. ഇൻഫോംഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ടെക്നിക്സ് ഏതൊക്കെയാണ്? കേസ് സ്റ്റഡി മെത്തേഡ്, ഇന്റർവ്യൂ മെത്തേഡ്, ഒബ്സർവേഷൻ മെത്തേഡ് ഒക്കെ എന്താണ് നമ്മൾ ഇൻഫോർമൽ ആയിട്ട് അസസ്മെന്റിന് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. ഇപ്പൊ ഒബ്സർവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എനിക്കൊരു ക്ലാസ് റൂമിൽ വരുന്നത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ഒരു 10 വയസ്സുള്ള കുട്ടികളുടെ ബിഹേവിയർ ആണ് കാണേണ്ടത്. ഒരു ഉച്ചയ്ക്കൊക്കെ ശേഷം പീരീഡ് ഒക്കെ നമുക്ക് വരുമ്പോൾ എന്താണ് കുറച്ചുകൂടെ കുട്ടികൾക്ക് എന്താ ഒരു ഉറക്കം വരുന്ന കാര്യങ്ങളൊക്കെയാണ് ബിഹേവിയേഴ്സ് ഒക്കെ കാണിക്കുക. അപ്പൊ അങ്ങനത്തെ ഓരോ ഫാക്ടേഴ്സ് വെച്ച് അങ്ങനത്തെ ഓരോ വേരിയബിൾസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? ത്രൂ ഒബ്സർവേഷൻ കുട്ടികളുടെ ബിഹേവിയർ പഠിക്കാറുണ്ട്. ഇപ്പൊ അതല്ല ഒരാളുടെ ഒരു കാര്യത്തിനെ പറ്റിയിട്ടുള്ള അപ്രോച്ച്, അവരുടെ ആറ്റിറ്റ്യൂഡ് അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇന്റർവ്യൂ മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. ഇന്റർവ്യൂ മെത്തേഡിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സ്ട്രക്ചർഡ് ആയിട്ടുള്ള കറക്റ്റ് പക്ക ക്വസ്റ്റ്യൻസ് എഴുതി ഉണ്ടാക്കി അതിന് എന്ത് ചെയ്യാറുണ്ട്? അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാറുണ്ട്. അതല്ല സെമി സ്ട്രക്ചേർഡ് ആയിട്ട് ടോപ്പിക് എന്താണ്, ഏതൊക്കെ ടോപ്പിക് ഞാൻ കവർ ചെയ്യണം എന്നുള്ള രീതിയിൽ സെമി സ്ട്രക്ചേർഡ് ആയിട്ട് ഇന്റർവ്യൂ നടത്താറുണ്ട്. അതല്ല ഒട്ടും സ്ട്രക്ചേർഡ് അല്ലാത്തത് ഒരു ഫ്ലോയിൽ അവർ പറയുന്ന കാര്യങ്ങൾക്ക് നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ വെച്ച് ബന്ധിപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? അൺസ്ട്രക്ചേർഡ് ആയിട്ട് നമ്മൾ ഇന്റർവ്യൂ മെത്തേഡ് നടത്താറുണ്ട്. അപ്പൊ നമ്മുടെ അസസ്മെന്റ് സൈക്കോളജിക്കൽ അസസ്മെന്റ് ഫോർമൽ ആയിട്ടുള്ള അസസ്മെന്റ്സ് ഉണ്ട്, ഇൻഫോർമൽ ആയിട്ടുള്ള അസസ്മെന്റ് ഉണ്ട്. ഫോർമൽ ആയിട്ടുള്ള അസസ്മെന്റിൽ എന്തായിരിക്കും? സ്പെസിഫിക് ആയിട്ടുള്ള പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ക്രൈറ്റീരിയ കാര്യങ്ങൾ ഉണ്ടാവും, ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള സ്കോറിംഗ് മെത്തേഡ്, അഡ്മിനിസ്റ്റർ ചെയ്യേണ്ട പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ അതിനുണ്ടാവും. ഇൻഫോർമൽ ആയിട്ടുള്ള അസസ്മെന്റ് ആണെങ്കിൽ അതിലാണ് നമ്മുടെ കേസ് സ്റ്റഡി, ഒബ്സർവേഷൻ, ഇന്റർവ്യൂ മെത്തേഡ് ഒക്കെ വരുന്നത്. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ. അടുത്ത നമ്മുടെ ഇതിൽ വരുന്ന സബ് ടോപ്പിക് ആണ് എന്ത്? മീനിങ് ഓഫ് സൈക്കോളജിക്കൽ അസസ്മെന്റ്. എന്താണ് നമ്മൾ സൈക്കോളജിക്കൽ അസസ്മെന്റ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഇതിൽ എന്താ പറയുന്നത്? ഒരു ഡെഫിനിഷൻ ആണ് പറയുന്നത് കേട്ടോ. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ യൂസ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഓർ സിസ്റ്റമാറ്റിക് പ്രൊസീജിയേഴ്സ് ഫോർ ഒബ്സർവിംഗ് അവർ ബിഹേവിയർ. Psychological assessment usually involves a more comprehensive assessment of the individual. എന്താണ് നമ്മുടെ ഈ അസസ്മെന്റ്, സൈക്കോളജിക്കൽ അസസ്മെന്റ് എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? സ്പെസിഫിക് ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് അത് അവരുടെ ഒരു ബിഹേവിയർ ഒബ്സർവ് ചെയ്യാനോ അവരുടെ സ്വഭാവ സവിശേഷതകൾ കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? സ്പെസിഫിക് ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യണേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈക്കോളജിക്കൽ ആയിട്ടുള്ള അസസ്മെന്റ്. ഇപ്പൊ എന്റെ മുന്നിൽ ഒരു പേഷ്യന്റ് ഇരിക്കുകയാണ്, ആൾക്ക് ഭയങ്കര ഹോപ്പ്ലെസ് ആണ്, ആള് ബർത്ത്ലെസ് ആണ്, മീനിങ്ലെസ് ആണ്, സൂസൈഡൽ ഐഡിയേഷൻ ഒക്കെ ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നു. എനിക്ക് മനസ്സിലാവണ്ടേ എത്രത്തോളം ആണ് ഡിപ്രഷൻ ആണ് ഡയഗ്നോസിസ് എന്ന് എനിക്കൊരു ഐഡിയ ഉണ്ട്. അപ്പൊ എത്രത്തോളം ഡിപ്രസീവ് ആയിട്ടുള്ള ക്രൈറ്റീരിയ ഉണ്ട്? മൈൽഡ് ആണോ, മോഡറേറ്റ് ആണോ, സിവിയർ ആണോ? നമ്മുടെ തെറാപ്പിയുടെ കൂടെ തന്നെ മെഡിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യണോ, അല്ല തെറാപ്പിയോട് മാത്രം നമുക്ക് ക്യൂർ ചെയ്യാനൊക്കെ പറ്റുമോ എന്നുള്ള രീതിയിൽ എനിക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ അസസ്മെന്റുകൾ നമ്മൾ കൊടുക്കും. അതാണ് പറയുന്നത് സൈക്കോളജിക്കൽ അസസ്മെന്റ് എന്താണ്? ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന പേഷ്യന്റിന്റെ ബിഹേവിയർ ഒബ്സർവ് ചെയ്യാനും അല്ലെങ്കിൽ അതിന് കൂടുതലായിട്ട് എന്താണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സൈക്കോളജിക്കൽ അസസ്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് ആസ് എ ഹോൾ എന്ത് ചെയ്യാൻ പറ്റും? ആ ഹ്യൂമൻ ബീയിങ്ങിനെ അല്ലെങ്കിൽ ആളുടെ സിംറ്റംസിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സൈക്കോളജിക്കൽ അസസ്മെന്റ് യൂസ് ചെയ്യുന്നതിലൂടെ പറ്റും എന്നാണ് പറയുന്നത്. This process of assessment makes us use of psychological tests or other qualitative methods. Therefore, it is a process of collecting information which can be formal, informal, qualitative and quantitative. എന്താ പറയുന്നത്? നമ്മുടെ ഈ സൈക്കോളജിക്കൽ അസസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്?
ഡിഫറെന്റ് ആയിട്ട് വരുന്ന കുറെ ടെസ്റ്റുകൾ, അതിപ്പോ ഇൻഫോർമൽ ആയിട്ടുള്ളതാവാം, ഫോർമൽ ആയിട്ടുള്ളത് എല്ലാം നമ്മൾ എങ്ങനെയാണ് അവർ അസസ് ചെയ്യുന്നത്, സൈക്കോളജിക്കൽ ആയിട്ട് അസസ് ചെയ്യണതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഈ യൂസ് ചെയ്യുന്ന ടൂൾസിനൊക്കെയാണ് നമ്മൾ സൈക്കോളജിക്കൽ അസസ്മെന്റ് എന്ന് പറയുക. അതിൽ ചിലപ്പോൾ എന്തൊക്കെ ഉണ്ടാവാം, ഫോർമൽ ആയിട്ടുള്ള ടെസ്റ്റ് ഉണ്ടാവാം, ഇൻഫോർമൽ ആയിട്ടുള്ള ടെസ്റ്റ് ഉണ്ടാവാം, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ളത് ഉണ്ടാവാം, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ളത് ഉണ്ടാവാം. ഇനി എന്താ ഇൻഫോർമൽ ആയിട്ടുള്ള കോൺവെർസേഷൻ എന്തായിരിക്കും, ക്വാളിറ്റേറ്റീവ് ആയിരിക്കും. നമുക്ക് കുറച്ചുകൂടി ഇലാബറേറ്റ് ആയിട്ട് കാണുന്നത് ഓക്കെ എത്ര നാളായി വന്നിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ എന്താ എവിടെ എത്തിയപ്പോഴാണ്, ഏത് സിറ്റുവേഷനിലാണ് ഇത് കൂടിയെന്ന് തോന്നിയത്, അങ്ങനെ കുറച്ചും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇലാബറേറ്റ് ആയിട്ട് ചോദിക്കുന്നതൊക്കെ എന്താണ്, ക്വാളിറ്റേറ്റീവ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത് നമുക്കൊരു ഫിക്സഡ് നമ്പറിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, അസസ്മെന്റ് കഴിയുമ്പോൾ ഒരു ഫിക്സഡ് നമ്പറിലൊക്കെ ഈ കുട്ടിയുടെ IQ വരുന്നത് 98 അല്ലെങ്കിൽ ഡിപ്രഷന്റെ റേഞ്ച് വരുന്നത് 14 തൊട്ട് 28 വരെയാണ്, അപ്പൊ മോഡറേറ്റ് ലെവൽ ഓഫ് ഡിപ്രഷൻ ആണ് എന്നുള്ള രീതിയിൽ ഒരു നമ്പർ ബേസ്ഡ് ആയിട്ട് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എന്താണ്, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ആണ്. അപ്പൊ ഇങ്ങനെ വിവിധ തരത്തിലുള്ള മെത്തേഡ്സ് നമുക്ക് എന്തിൽ വരുന്നുണ്ട്, സൈക്കോളജിക്കൽ അസസ്മെന്റിൽ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. Okay. The psychological assessment is structured interview that gathers information from and or tests a person to evaluate his or her mental health. Psychological assessment എന്താണ്, ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഇന്റർവ്യൂ ആണ് എന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്, നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരു പേഷ്യന്റിന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മെന്റൽ ഹെൽത്ത് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അവരെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഗ്യാദർ ചെയ്യാനായിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഇന്റർവ്യൂ മെത്തേഡ് ആണ് എന്ത്, നമ്മുടെ സൈക്കോളജിക്കൽ അസസ്മെന്റ് എന്ന് പറയുന്നത്. It is an extremely complex process of solving problems in which psychological tests are often used as one of the methods of collecting relevant data. എന്താണ് പറയുന്നത്, അതായത് നമ്മൾ പറഞ്ഞു നമ്മുടെ സൈക്കോളജിക്കൽ അസസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പേഷ്യന്റിന്റെ മെന്റൽ ഹെൽത്തിനെ, ഒരു പേഴ്സന്റെ മെന്റൽ ഹെൽത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഇന്റർവ്യൂ ആണ് എന്ത്, സൈക്കോളജിക്കൽ അസസ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ഈ സൈക്കോളജിക്കൽ അസസ്മെന്റ് എന്താ, എക്സ്ട്രീംലി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നമ്മൾ അത്രയും ആക്യുറേറ്റ് ആയിട്ട് അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ത്, നമ്മുടെ ഈ സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് അത്രയും ആക്യുറേറ്റ് ആയിട്ട് അത്രയും എക്സ്ട്രീംലി കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സ് നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, റെലവെന്റ് ആയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇപ്പൊ എന്റെ മുന്നിൽ ഒരു ആൻസൈറ്റി പേഷ്യന്റ് ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആൻസൈറ്റിയിൽ പാനിക് ഡിസോർഡർ ആണോ, അല്ലെങ്കിൽ ഫോബിയാസ് ഉണ്ടോ, അല്ലെങ്കിൽ OCD ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതിന്റെ ക്രൈറ്റീരിയ അനുസരിച്ചുള്ള ചോദ്യങ്ങളും അതിന് അനുയോജ്യമായിട്ടുള്ള ടെസ്റ്റുകളാണ് ഞാൻ പ്രോപ്പർ ആയിട്ട് നടത്തേണ്ടത്. അതുകൊണ്ടാണ് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് നമ്മുടെ സൈക്കോളജിക്കൽ അസസ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. The psychological assessment gathers information about the individual to provide him or her guidance and counseling. It is the first step in any guidance and counseling situation. എന്താ പറയുന്നത്, നമ്മുടെ സൈക്കോളജിക്കൽ അസസ്മെന്റ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വ്യക്തിയുടെ, ഒരു സ്ത്രീയുടെയോ പുരുഷന്റെയോ ആരുടെയോ ആയിക്കോട്ടെ അവരുടെ ഇൻഫോർമേഷൻസ് നമുക്ക് ഗ്യാദർ ചെയ്യാനായിട്ട് പറ്റും. അത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കൗൺസിലിങ്ങിന് ഒരു ഗൈഡൻസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൗൺസിലിങ്ങിന് നമുക്ക് എന്ത് തരുന്നുണ്ട്, എവിഡൻസ് തരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഫ്രണ്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു പേഷ്യന്റിന്റെ സൈക്കോളജിക്കൽ അസസ്മെന്റ് കഴിയുമ്പോൾ നമുക്ക് എന്തറിയാൻ പറ്റും, മൈൽഡ് ആണോ, മോഡറേറ്റ് ആണോ, സിവിയർ ആണോ, തെറാപ്പി മാത്രം മതിയോ, അതല്ല അവർക്ക് കൂടുതലായിട്ട് ഫാമിലി സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം, ഫാമിലിയുടെ കൂടെ ഒരു സപ്പോർട്ട് അവർക്ക് കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണോ, അതല്ല തെറാപ്പി കൊണ്ട് മാത്രം കാര്യമില്ല, ഫാമിലിയുടെ സപ്പോർട്ടും വേണം, അതിന്റെ കൂടെ ഒരു സൈക്കാട്രിസ്റ്റ് കൊടുക്കുന്ന മരുന്നും കൂടെ അവർക്ക് കഴിക്കണം എന്നുള്ള സിവിയാരിറ്റി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം, സൈക്കോളജിക്കൽ ആയിട്ടുള്ള അസസ്മെന്റ് വേണം. അതല്ല ഭയങ്കര സിവിയർ ഡിപ്രഷൻ ഉള്ള ഒരാളെ നമ്മൾ എന്നെ തെറാപ്പി കൊടുത്തിട്ട് CBT RBT അങ്ങനെ ഏതെങ്കിലും വിവിധ ടൈപ്പുള്ള തെറാപ്പി കൊടുത്ത് മാറ്റാം എന്നുള്ള ഒരു കോൺഫിഡന്റ് ആയിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. തെറാപ്പിയുടെ കൂടെ ചില കേസിൽ നമുക്ക് എന്ത് വേണ്ടി വരും, മെഡിക്കേഷൻസ് കൂടെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് അവരുടെ സിവിയാരിറ്റി ലെവൽ, ഏത് ലെവലിലാണ് അവർ കിടക്കുന്നത്, നമ്മുടെ അപ്രോച്ചിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തണോ, നമ്മൾ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആവണം, ഏത് കൗൺസിലിംഗ് തെറാപ്പി മെത്തേഡ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള അസസ്മെന്റ് വേണം. അത് നമ്മളെ കൗൺസിലിങ്ങിനും അതേപോലെ ഗൈഡൻസ് കൊടുക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. The process typically starts with a key complaint
or presenting problem, this is usually what prompts the person to seek help. A complete psychological assessment should include biopsychosocial history, neurological assessment, psychological testing, and physical examination. എന്താ പറയുന്നത്, നമ്മുടെ ഈ പ്രോസസ്സ് ടിപ്പിക്കലി സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിലൂടെയാണ്? ഒരു കീ കംപ്ലൈന്റ്, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രസന്റിങ് പ്രോബ്ലത്തിലൂടെയാണ് നമ്മുടെ അടുത്ത് എന്ത് വരിക, ഒരു പേഷ്യന്റ് വരിക. ഇപ്പൊ ഒരു ഇമാജിൻ ചെയ്തു നോക്കൂ, ഇപ്പൊ എന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ നിഖിലയുടെ അടുത്തേക്ക് ഒരു പേഷ്യന്റ് വരികയാണ്. നമ്മൾ എന്ത് ചെയ്യും? റാപ്പൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരൊന്ന് കംഫേർട്ട് ആക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുകയാണ്? അതായത് എന്ത് പറ്റി ഇപ്പൊ വരാനായിട്ട്, എന്താണോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ, എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടായോ എന്നുള്ള രീതിയിൽ അവരുടെ അടുത്ത് ചോദിക്കാനായിരിക്കും. അപ്പൊ അവർ പറയുകയാണ് എനിക്കിപ്പോ കുറച്ച് ദിവസമായിട്ട് തീരെ ഉറക്കമില്ല. അതെന്താ? അവരുടെ കീ കംപ്ലൈന്റ് ആണ്, അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു പ്രസന്റിങ് പ്രോബ്ലം ആണ്, അല്ലെങ്കിൽ അവരുടെ ചീഫ് കംപ്ലൈന്റ് ആണ്. അത് കഴിഞ്ഞിട്ട് എനിക്കിപ്പോ കുറച്ച് നാളായിട്ട് ഒട്ടും വിശപ്പില്ല, എനിക്ക് ആരോട് സംസാരിക്കാനായിട്ട് തോന്നുന്നില്ല, എനിക്ക് ഒന്നിനും ഒരു ഹോപ്പ് തോന്നുന്നില്ല, എനിക്ക് എല്ലാത്തിനോടും ഭയങ്കര ടെൻഷനും പേടിയാണ്. ഇതൊക്കെ എന്താ? അവരുടെ കീ കംപ്ലൈൻസ് അല്ലെങ്കിൽ പ്രസന്റിങ് പ്രോബ്ലം ആണ്. അപ്പൊ നമ്മുടെ തെറാപ്പി സെഷൻ യൂഷ്വലി എന്ത് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ടിപ്പിക്കലി സ്റ്റാർട്ട് വിത്ത് എ കീ കംപ്ലൈന്റ് ഓർ പ്രസന്റിങ് പ്രോബ്ലം. പിന്നെന്താ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? അവരുടെ കേസ് ഹിസ്റ്ററി കാര്യങ്ങൾ എടുക്കും, MS എടുക്കും, മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻസ് എടുക്കും, ഏത് ട്രീറ്റ്മെന്റ് പ്ലാൻ ആണ് കൊടുക്കേണ്ടത് എന്നുള്ള ഒരു ഐഡിയ ഒക്കെ ഇതിന് ശേഷമാണ് നമ്മൾ എടുക്കുന്നത്. അക്കോർഡിംഗ് ടു ആ കംപ്ലൈന്റിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ബാക്കി പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടാവുക. എ കംപ്ലീറ്റ് സൈക്കോളജിക്കൽ അസസ്മെന്റ് ഷുഡ് ഇൻക്ലൂഡ്, എന്തൊക്കെയാണ് ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള അസസ്മെന്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? ബയോസൈക്കോ സോഷ്യൽ ഹിസ്റ്ററി, അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അവരുടെ സോഷ്യോ ഡെമോഗ്രഫിക് ഡാറ്റ, അതിൽ അവരുടെ നെയിം ഉണ്ടാവാം, അവരുടെ ഏജ് ഉണ്ടാവും, ഏതാണ് അഡ്രസ്സ്, ഏതൊരു ഏരിയയിൽ നിന്നാണ് അവർ വരുന്നത്, എന്താണ് ക്വാളിഫിക്കേഷൻ, എന്താണ് അവരിപ്പോ ഒക്യുപ്പേഷൻ, എന്താണ്, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അതൊക്കെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ മെക്കാനിക്കൽ ആയിട്ട് ചോദിക്കുന്നില്ല. ത്രൂ ഔട്ട് ദ സെഷൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് ആവശ്യമുള്ള റെലവെന്റ് ആയിട്ടുള്ള ഡാറ്റ നമ്മൾ എന്ത് ചെയ്യും? ചോദിക്കും. അതാണ് ബയോസൈക്കോ സോഷ്യൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. പിന്നെന്താ, ന്യൂറോളജിക്കൽ ആയിട്ടുള്ള അസസ്മെന്റ്സ് നമ്മൾ നടത്താറുണ്ട്. സൈക്കോളജിക്കൽ ആയിട്ടുള്ള ടെസ്റ്റിങ്, ഇപ്പൊ അവർക്ക് ഡിപ്രഷൻ ആണ് കൂടുതലായിട്ട് നമുക്ക് പ്രൊഫഷണൽ ഡയഗ്നോസിസിൽ തോന്നുന്നത് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ടെസ്റ്റ് നമ്മൾ ചെയ്യും. അതല്ല പേഴ്സണാലിറ്റി ആണ് നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ പേഴ്സണാലിറ്റിയുടെ അസസ്മെന്റ് നമ്മൾ നടത്തും. സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നടത്തും. ആൻസൈറ്റി ആണെങ്കിൽ അതിന് അനുയോജ്യമായ സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ നമ്മൾ നടത്തും. സൊമാറ്റോഫോം ആണെന്നുണ്ടെങ്കിൽ ബാക്കി മെഡിക്കൽ പരിപാടിക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യും? റെഫർ ചെയ്ത് കൊടുക്കും. അപ്പൊ ഏതാണോ നമുക്ക് കൂടുതലായിട്ട് തോന്നുന്നത് അതിനനുസരിച്ചുള്ള സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് നമ്മൾ നടത്തും. പിന്നെ നമ്മൾ എന്താണ് നടത്തുക? അടുത്ത ഫാക്ടർ എന്താണ്? ഫിസിക്കൽ എക്സാമിനേഷൻ. നമ്മുടെ ഒരു പേഷ്യന്റ്, ഒരു ക്ലയന്റ്, ഒരു വ്യക്തി നമ്മുടെ റൂമിലേക്ക്, നമ്മുടെ കൗൺസിലിംഗ് സെറ്റിംഗ്സിലെ റൂമിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തൊട്ട് നമുക്ക് അവരെ എന്ത് ചെയ്യാം? എക്സാമിൻ ചെയ്യാം. അവരുടെ വോയിസ് ക്വാളിറ്റി എങ്ങനെയാണ്, അവർ നടന്നു വരുന്നത് എങ്ങനെയാണ്, അതല്ല അവരുടെ ഐ ഹാൻഡ് മോഡുലേഷൻ എങ്ങനെയാണ്, കോർഡിനേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ത്രൂ ഒബ്സർവേഷൻ കണ്ടെത്താൻ പറ്റും. അതാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ MSc എന്ന് പറയുന്ന ഒരു പാർട്ടിൽ നോക്കുന്നത്. അപ്പൊ ചില പേഷ്യന്റ് നമുക്കറിയാം ഭയങ്കര കൂടിയിരിക്കുന്ന പേഷ്യൻസ് ഉണ്ടാവും, അതെല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിട്ട് ഇരിക്കുന്ന പേഷ്യൻസ് ഉണ്ടാവും, നമ്മളായിട്ട് കോപ്പറേറ്റ് ചെയ്യാത്ത പേഷ്യൻസ് ഉണ്ടാവും, അതല്ല അവരുടെ സൗണ്ടിന്റെ ക്വാളിറ്റി, വോയിസിന്റെ ക്ലാരിറ്റി ഒക്കെ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഭയങ്കര ലോ ആവുന്നുണ്ട്. അപ്പൊ അവർക്ക് അവിടെ എന്തോ ഒരു കാര്യമുണ്ട്, വിഷമാണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ത്രൂ ഒബ്സർവേഷൻ, ത്രൂ ഫിസിക്കൽ എക്സാമിനേഷൻ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ സൈക്കോളജിക്കൽ പ്രോസസ് എങ്ങനെയാണ്? ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യുന്നത് കീ കംപ്ലൈന്റ് അല്ലെങ്കിൽ പ്രസന്റിംഗ് പ്രോബ്ലം വെച്ചിട്ടാണ് ടിപ്പിക്കലി സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. പിന്നെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ അസസ്മെന്റ് എങ്ങനെയൊക്കെയാണ് വരുന്നത്? ബയോസൈക്കോസോഷ്യൽ ഹിസ്റ്ററി, ന്യൂറോളജിക്കൽ അസസ്മെന്റ്, സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്, ഫിസിക്കൽ എക്സാമിനേഷനിലൂടെയൊക്കെയാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ അസസ്മെന്റ് എടുക്കുന്നത്. ക്ലിയർ ആണോ? അതെ അതെ. Okay. Once it completed, the assessment will help to establish either a tentative or definite diagnosis. എന്താ പറയുന്നത്? ഒരു ഒറ്റ മിനിറ്റ്. ഓക്കെ.
എടോ സോറി കേട്ടോ, ഒന്ന് നമ്മുടെ റൂം ഒന്ന് ഷിഫ്റ്റ് ചെയ്തതാണേ. അപ്പോൾ once it is completed, the assessment will help to establish either a tentative or definite diagnosis. എന്താ പറയുന്നത്? നമ്മൾ അങ്ങനെ സോഷ്യോ ഡെമോഗ്രഫിക് ഡാറ്റ, പേഴ്സണൽ ഡീറ്റെയിൽസ്, സൈക്കോളജിക്കൽ അസസ്മെന്റ് കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ പരിപാടികളൊക്കെ ചെയ്തു നമ്മുടെ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരു ടെൻഡേറ്റീവ് ആയിട്ടുള്ള ഒരു ഗസ്റ്റോ അല്ലെങ്കിൽ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഡയഗ്നോസിസ് വെക്കാൻ പറ്റും. ഓക്കെ, ഇവർക്ക് മേജർ ഡിപ്രസീവ് ഡിസോർഡർ ആണ്, അത് മോഡറേറ്റ് ആയിട്ടുള്ള കാറ്റഗറിയാണ് വരുന്നത്. ഇവർക്ക് ആൻസൈറ്റി ഡിസോർഡറിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫോബിയ ആണ് ഉള്ളത്, അതല്ലെങ്കിൽ സൊമാറ്റോഫോം ഡിസോർഡർ ആണ്, പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നിങ്ങനെ ഒരു ഗസ്, അതായത് ഇതിലേക്കാണ് കൂടുതലായിട്ടുള്ള ചാൻസ് വരുന്നത്, അതല്ലെങ്കിൽ ഇതാണ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്താക്കാൻ പറ്റും? ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ഡയഗ്നോസിസ് വെക്കാനായിട്ട് സാധിക്കും. With this information, the counselor can inform to the client about the result and psychotherapy counseling can be given. എന്താ പറയുന്നേ? ഇങ്ങനെ നമ്മൾ വൺസ് ഈ പ്രൊസീജിയേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അസസ്മെന്റിന്റെ ഒക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയഗ്നോസിസ് വെക്കാൻ പറ്റും. അപ്പോൾ ഡയഗ്നോസിസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇൻഫോർമേഷന്റെ ഒക്കെ ബേസിസിൽ കൗൺസിലറിനോ അല്ലെങ്കിൽ സൈക്കോ തെറാപ്പിസ്റ്റിനോ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം? നമ്മുടെ ക്ലയന്റിനെ ആ റിസൾട്ടിനെ പറ്റി അറിയിക്കാം, അല്ലെങ്കിൽ ഇതാണ് കേട്ടോ, ഇതാണ് നമ്മുടെ റിസൾട്ട് ആയിട്ട് വരുന്നത്, നമുക്ക് ഇതിനനുസരിച്ചിട്ടുള്ള മെഡിക്കേഷൻസോ അല്ലെങ്കിൽ സൈക്കോ തെറാപ്പിയോ ഫാമിലി തെറാപ്പിയോ ഗ്രൂപ്പ് സെഷൻസോ ഒക്കെ അടുത്ത സെഷൻ തൊട്ടോ ഈ സെഷൻ തൊട്ടോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനത്തെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്കൊരു നോളേജ് കൊടുക്കാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. ഇനി പറയുന്നത് മാലോണി ആൻഡ് വാർഡ് ഡിസ്ക്രൈബ്സ് അസസ്മെന്റ് ആസ് ഫോളോസ്. എന്താണ് മാലോണി എന്ന് പറയുന്ന ആളും വാർഡ് എന്ന് പറയുന്ന ആളും നമ്മുടെ ഈ അസസ്മെന്റിനെ പറ്റിയിട്ട് എന്താണ് പറഞ്ഞിരിക്കണേ എന്നാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. Typically does not involve defined procedures or steps. എന്താ പറയുന്നത്? ഈ അസസ്മെന്റിന് അവർ പറഞ്ഞിരിക്കുന്നത് നമുക്ക് എന്തില്ല, ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഡിഫൈൻഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സോ സ്റ്റെപ്സോ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കായാലും കേസ് ഹിസ്റ്ററി നമ്മൾ എടുക്കാറുണ്ട് അല്ലെ. കേസ് ഹിസ്റ്ററിയിൽ സോഷ്യോ ഡെമോഗ്രഫിക് ഡാറ്റ വേണം, ചീഫ് കംപ്ലൈൻസ് വേണം, പ്രീഡിസ്പോസിംഗ് ഫാക്ടർ ഉണ്ട്, പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ ഉണ്ട്, പെർപുച്ചേറ്റിംഗ് ഫാക്ടർ ഉണ്ട്, പ്രിമോർബിഡ് പേഴ്സണാലിറ്റി ഉണ്ട്, പ്ലേ ഹിസ്റ്ററി ഉണ്ട്, അങ്ങനെ കുറെ ഏരിയ ഉണ്ട്. ഇതിന് എന്തില്ല, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കണം. പക്ഷെ ഭയങ്കര മെക്കാനിക്കൽ ആയിട്ട് ആ പേര് പറയും, ജോലി പറയുന്നു, അങ്ങനെ നമ്മൾ ഭയങ്കര മെക്കാനിക്കൽ ആയിട്ട് എന്ത് ചെയ്യാറില്ല. ഇങ്ങനെ അവർ പറയുന്നു നമ്മൾ നോട്ട് ചെയ്യണം, അങ്ങനെയില്ല. അവരുടെ സ്റ്റോറി നമ്മൾ കേൾക്കുന്നു, നമ്മൾ എന്താണ് അത്യാവശ്യം നല്ല രീതിക്ക് അറ്റൻറ്റീവ് ആയിട്ട് അവരുടെ സ്റ്റോറി കേൾക്കുക, അതിന്റെ ഇടയിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നോക്കുക. ഇനിയിപ്പോ ഇൻ കേസ് നമ്മൾ എന്ത് ചെയ്യാം, അവർ സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്കിപ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ സംസാരിക്കുന്ന ഒരു ടൈം ഉണ്ട്, അവരെല്ലാം പറഞ്ഞു കഴിഞ്ഞ് അവരൊന്ന് ഫുൾ സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. അതായത് അവർ ഇന്റർഫിയർ ചെയ്യാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, നമുക്കിപ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് അവരുടെ അടുത്ത് ചോദിച്ച് ക്ലാരിഫൈ ചെയ്യാം. അപ്പൊ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയേഴ്സോ സ്റ്റെപ്സോ ഇല്ല, പക്ഷെ എന്തുണ്ട്, ബേസിക് ആയിട്ടുള്ള റൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ തന്നെ ആയിരിക്കണം, ഇത് കഴിഞ്ഞാൽ അടുത്തത് ചോദിക്കണം എന്നുള്ള ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയേഴ്സ് ഒന്നും ഇതിനില്ല, സൈക്കോളജിക്കൽ അസസ്മെന്റിന് ഇല്ല എന്നാണ് മാലോണിയും അതേപോലെ വാർഡും പറഞ്ഞത്. ഫ്രീക്വന്റ്ലി യൂസേഴ്സ് ടെസ്റ്റ്. നമ്മൾ എന്താണ് ചെയ്യാറ്? ഫ്രീക്വന്റ്ലി നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യാറുണ്ട്? ടെസ്റ്റുകളാണ് യൂസസ് ചെയ്യാറ്, സൈക്കോളജിക്കൽ ആയിട്ടുള്ള ടെസ്റ്റ് ആണ് യൂസ് ചെയ്യാറുള്ളത്. കോൺട്രിബ്യൂട്ട്സ് ടു സം ഡിസിഷൻ പ്രോസസ് ടു സം പ്രോബ്ലം, often by redefining the problem, breaking the problem down into smaller pieces or highlighting some parts of the problem. അപ്പൊ അവരുടെ ത്രൂ ഔട്ട് ദ സ്റ്റോറി നമ്മൾ എന്ത് ചെയ്തു? കേട്ടു. ഡിഫൈൻഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് സ്റ്റെപ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും, അതൊക്കെ കമ്പാരിറ്റീവ്ലി കുറവാണെന്നുണ്ടെങ്കിലും അവരുടെ ത്രൂ ഔട്ട് ദ സ്റ്റോറി നമ്മൾ കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അവരുടെ പ്രോബ്ലം എന്താണെന്ന് റീഡിഫൈൻ ചെയ്യാണ്. അതായത് ഇപ്പൊ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, മിസ്ഇന്റർപ്രറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഓക്കെ, അപ്പോ അച്ഛനായിട്ടുള്ള ഇഷ്യൂ ആണല്ലേ നമുക്ക് ആദ്യം മാറ്റേണ്ടത്, അല്ലെങ്കിൽ അച്ഛനായിട്ടുള്ള ഇഷ്യൂ ആണല്ലോ ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് അലട്ടുന്നത്, അല്ലെങ്കിൽ ജോലിയിലുള്ള സ്ട്രെസ് ആണല്ലേ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? ആ പ്രോബ്ലത്തിനെ ഒന്ന് റീഡിഫൈൻ ചെയ്യും. പിന്നെന്താ പറയണേ? ബ്രേക്കിംഗ് ദ പ്രോബ്ലം ഡൗൺ ഇൻ ടു സ്മോളർ പീസസ്. അപ്പൊ ഒരു വലിയ കുറെ പ്രശ്നമായിട്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ പേഷ്യന്റ് വന്നിരിക്കുന്നുണ്ടാവുക. അപ്പൊ ഏതാണ് ഒരു ഹൈറാർക്കി ഓർഡറിൽ ഏത് പ്രശ്നമാണ് നമ്മൾ ആദ്യം അപ്രോച്ച് ചെയ്യേണ്ടത്? ഇപ്പൊ അച്ഛനായിട്ടുള്ള പ്രശ്നമാണ് കൂടുതൽ അല്ലെ, അതോ ജോലിയിലാണോ പ്രശ്നം കൂടുതലായിട്ടുള്ളത്? ഇപ്പൊ ജോലിയിലുള്ള സ്ട്രെസ് ആണോ PTSD ആയിട്ട് വരുന്നത്? അതല്ല ആരെങ്കിലും മരിച്ചിട്ടുള്ള അതിനുശേഷം PTSD ആയിട്ട് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ആയിട്ടൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ആദ്യം ഏതാണ് വേണ്ടത്, എന്താണ് അവരുടെ പ്രിഫറൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു വലിയ പ്രോബ്ലത്തിനെ ചെറിയ പാർട്ടായിട്ട് പീസായിട്ട് മാറ്റും. പിന്നെന്താ? ഹൈലൈറ്റിംഗ് സം പാർട്സ് ഓഫ് ദ പ്രോബ്ലം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്?
ചില പ്രശ്നങ്ങൾ അവർക്ക് ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ടാവും. മറ്റുള്ള ഒരു 6 പ്രശ്നം പറഞ്ഞു എന്ന് വെക്കാം, അതിന് നമ്മളൊരു ഹൈറാർക്കിയിൽ നമ്മൾ ഫിക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവരുടെ അടുത്ത് റീഡിഫൈൻ ചെയ്യുമ്പോൾ ചോദിക്കുകയാണ് ഇപ്പൊ ഈ പ്രശ്നമാണോ കൂടുതലായിട്ട്, അപ്പൊ അവരെന്ത് ചെയ്യും, ചിലപ്പോ ഇല്ല ഈ പ്രശ്നം എനിക്ക് കുറച്ചും കൂടെ കോപ്പ് ചെയ്ത് പോകാനായിട്ട് പറ്റുന്നുണ്ട്, പക്ഷെ ഈ മൂഡിന്റെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ വീട്ടിൽ വരുന്ന സിറ്റുവേഷനിൽ കോപ്പ് ചെയ്യാൻ പറ്റാത്തതാണ് എനിക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, എന്നെ അലട്ടുന്നത്. അങ്ങനത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഹൈലൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതെന്താണ്, ഒരു ഡിസിഷൻ പ്രോസസ് ആണ്, ഒരു പ്രോബ്ലത്തിനെ പറ്റിയിട്ടുള്ള ഒരു എന്താണ് ഈ കൊളാബറേറ്റീവ്ലി നമ്മൾ ചെയ്യുന്ന ഡിസിഷൻ പ്രോസസ് ആണ്. അതിൽ നമ്മൾ എന്തൊക്കെ ചെയ്യും, റീഡിഫൈനിങ് ദ പ്രോബ്ലം, പ്രോബ്ലത്തിനെ നമ്മൾ ഒന്നുകൂടെ റീഡിഫൈൻ ചെയ്യും. പിന്നെ നമ്മുടെ ഒരു വലിയ ബ്രേക്കിംഗ് ദ പ്രോബ്ലം ഡൗൺ ഇൻ ടു സ്മോളർ പീസസ്, നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് ആ പ്രോബ്ലത്തിന് എന്ത് ചെയ്യും, മാറ്റും. അത് കഴിഞ്ഞിട്ട് ചില പാർട്ട് ഓഫ് പ്രോബ്ലം, ചില പ്രോബ്ലംസിന് നമ്മൾ എന്ത് ചെയ്യും, ഹൈലൈറ്റനും ചെയ്യും എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? ഈ മെന്റൽ സ്റ്റേറ്റ് എക്സാമിനേഷനും പ്രസന്റിങ് പ്രോബ്ലവും എന്താ വ്യത്യാസം എന്താണ്? ഏതായിരുന്നു, ഒന്നുകൂടെ പറയാമോ? അല്ല, ഇതിലുള്ളതല്ല, പ്രസന്റിങ് പ്രോബ്ലവും മെന്റൽ സ്റ്റേറ്റ് എക്സാമിനേഷനും എങ്ങനെയാ ഡിഫൈൻ ചെയ്യാം? ഓക്കെ, നമ്മൾ കേസ് ഹിസ്റ്ററി എടുക്കുന്നതിൽ നമ്മൾ ഇതിൽ ഇല്ലാത്തതാണ്, ഞാൻ പക്ഷെ പ്രൊസീജിയർ പറഞ്ഞുതരാം. നമുക്കൊരു ക്ലയന്റ് വരുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് കേസ് ഹിസ്റ്ററി ടേക്കിങ്ങും, രണ്ടാമത്തെ മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷനും എന്ന് പറയുന്ന പ്രോഗ്രാം. 2 പാർട്ട്. അതിൽ കേസ് ഹിസ്റ്ററിയിലാണ് അവർ എന്ത് പറയാ, പ്രസന്റിങ് പ്രോബ്ലംസ്. കേസ് ഹിസ്റ്ററിയിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ട്രാപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കേസ് ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുക അവരുടെ സോഷ്യോ ഡെമോഗ്രഫിക് ഡാറ്റ, അഥവാ അതിന്റെ സെയിം പേര് തന്നെയാണ് പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ ചോദിക്കും. ഏതൊക്കെയായാലും വരിക, നെയിം എന്താണ്, ഏജ് എന്താണ്, അഡ്രസ്സ്, ഒക്യുപ്പേഷൻ, ഏത് ഏരിയയിലാണ് താമസിച്ചു വരുന്നത്, വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പേഴ്സണൽ ഡീറ്റെയിൽസിൽ ചോദിക്കും. അത് കഴിഞ്ഞിട്ട് എന്താ നമ്മൾ നോക്കുക, അവരുടെ ചീഫ് കംപ്ലൈൻസ് അല്ലെങ്കിൽ പ്രസന്റിങ് പ്രോബ്ലം എന്തുകൊണ്ടാണ് ഇപ്പൊ വന്നത്. അപ്പൊ അവര് പറയുകയാണ് എനിക്ക് കുറെ നാളായിട്ട് ഒന്നിനും മൂടില്ല, അപ്പൊ ഇത്ര നാളായിട്ട് ഇപ്പൊ ഒരു 3 മാസമായിട്ട് എനിക്ക് എന്തില്ല, മൂടില്ല. അപ്പൊ നമ്മൾ എന്ത് വെക്കാം, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, അപ്പൊ നമ്മൾ എന്ത് എഴുതും, ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് എത്ര നാളായിട്ട് കൂടി, ഇൻക്രീസ്ഡ് ഫോർ ലാസ്റ്റ് 3 months എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രസന്റിങ് കംപ്ലൈൻസ് അല്ലെങ്കിൽ ചീഫ് കംപ്ലൈൻസ് എഴുതുക, പ്രസന്റിങ് പ്രോബ്ലം നമ്മൾ എഴുതുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, HOP എഴുതും, അതായത് ഹിസ്റ്ററി ഓഫ് പ്രസന്റിങ് ഇൽനെസ് എഴുതും. പിന്നെ പ്രീഡിസ്പോസിംഗ് ഫാക്ടർ, ഓൺസെറ്റ്, പെർപച്വേറ്റിംഗ് ഫാക്ടർ, പ്രിസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു കേസ് ഹിസ്റ്ററി ഒരു ഫോർമാറ്റ് ഉണ്ട്. MSc എന്ന് പറയുന്നത് മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ ആണ്. അതായത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള MSc ഉണ്ട്, മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ കട്ട് ആയിട്ട് ഒരു ഡയഗ്നോസിസ് വെക്കാം എന്നാണ് പറയുക. MScയിൽ നമ്മൾ എന്തൊക്കെയാ നോക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജനറൽ അപ്പിയറൻസ്, അതായത് അവരെങ്ങനെയാണ് ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. ചില ആൾക്കാരില്ലേ ഹിസ്ട്രോണിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരൊക്കെ ഭയങ്കര സെഡ്യൂസീവ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര അറ്റൻഷൻ സീക്കിംഗ് ആയിട്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നുണ്ടാവുക, ഡ്രസ് ചെയ്യുന്നുണ്ടാവുക. ജനറൽ അപ്പിയറൻസിൽ നമ്മൾ എന്തൊക്കെ നോക്കുക, അവരുടെ ഡ്രസ്സിങ് എങ്ങനെയാണ്, ഫിസിക്കൽ അപ്പിയറൻസ് എങ്ങനെയാണ്, ഗ്രൂമിങ് എങ്ങനെയാണ്, അതേപോലെ ചില കാര്യങ്ങൾ നമ്മൾ എന്ത് നോക്കും, MScയിൽ നോക്കും. പിന്നെ അവരുടെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് നോക്കും, അവര് സംസാരിക്കുന്ന സ്പീഡ് എത്രത്തോളം ഉണ്ട്, സംസാരിക്കുന്ന ലാംഗ്വേജ് ഏതൊക്കെയാണ്, വോയിസിന്റെ ക്ലാരിറ്റി എങ്ങനെയാണ്, വോയിസിന്റെ മോഡുലേഷൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ നോക്കും. സ്പീച്ച് ആൻഡ് ലാംഗ്വേജിൽ നോക്കും. പിന്നെ അവിടെ നമ്മൾ അവരുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് നോക്കും, മെമ്മറി, അറ്റൻഷൻ, കോൺസെൻട്രേഷൻ, അങ്ങനത്തെ ഹയർ ഓർഡർ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, കോഗ്നിറ്റീവ് ഫങ്ഷനിൽ നോക്കും. പിന്നെ നമ്മൾ അവർക്ക് ഇൻസൈറ്റ് ഉണ്ടോ, ഓക്കെ അവർ സ്വന്തമായിട്ട് വന്നതാണോ. അപ്പൊ ചില ആൾക്കാർ പറയും എനിക്ക് ഒരു പ്രശ്നമില്ല, കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡിനയിലായിരിക്കും അവർക്ക് ഉണ്ടാവുക അവരുടെ അസുഖത്തിനെ പറ്റി. ചില ആൾക്കാർ നിർബന്ധിച്ചു കൊണ്ടുവരുന്നവരുണ്ട്. ചില ആൾക്കാർ പറയും എനിക്ക് പ്രശ്നം ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ അത് ഞാൻ കാരണമൊന്നുമില്ല, മറ്റുള്ളവർ അങ്ങനെ ചെയ്തതിന്റെ പേരിൽ, മറ്റുള്ളവർ കൂടോത്രം വെച്ചതിന്റെ പേരിലാണ്, അല്ലെങ്കിൽ ഇന്ന് ഞാൻ പോകുമ്പോൾ ഈ ഒറ്റമൈനെ കാണുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനെന്തെങ്കിലും ഫിസിക്കൽ ആയിട്ടുള്ള പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള കോസസ് കൊണ്ടാണ് എനിക്ക് ഈ പ്രശ്നം വന്നതെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ ഈ ഇവർ പറയുന്ന കാര്യങ്ങൾ റിലയബിലിറ്റി ഒക്കെ ഉണ്ടോ എന്ന് നോക്കും. പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡയഗ്നോസ്റ്റിക് ഫോർമുലേഷൻ, പ്രൊവിഷണൽ ഡയഗ്നോസിസ്, ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഉള്ളതാണ് നമ്മുടെ മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ സ്കീസോഫ്രീനിയ ആയിട്ട് വരുന്ന, സംസാരിക്കാൻ അധികം ഓക്കെ അല്ലാത്ത ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, അവരുടെ അടുത്ത് ചോദിച്ചിട്ട് കേസ് ഹിസ്റ്ററി എടുക്കാനായിട്ട് പറ്റുമോ, എപ്പോഴാണ് ഇത് ആദ്യം തുടങ്ങിയത്, ഏത് സിറ്റുവേഷനിലായിരുന്നു, പണ്ട് ഈ അസുഖം വരുന്നതിന്, ഈ ഡിഫിക്കൽട്ടി വരുന്നതിന് മുന്നേ നിങ്ങൾ എങ്ങനെയായിരുന്നു നമുക്ക് ചോദിച്ചെടുക്കാൻ പറ്റില്ല. അതാണ് ത്രൂ ഒബ്സർവേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുക, മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ കൂടുതലായിട്ട് എടുക്കാറ്. അതാണ് ഞാൻ പറഞ്ഞത്, മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ നമുക്ക് എപ്പോ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം എടുക്കാനായിട്ട്, നമ്മുടെ തെറാപ്യൂട്ടിക് സെറ്റിംഗ്സിൽ ഒരു പേഷ്യന്റ് വരുമ്പോൾ തന്നെ, നമ്മുടെ ഡോറും തുറന്ന് അവർ വരുമ്പോൾ തൊട്ടേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും,
അവരുടെ MSc എടുത്തത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. കാരണം നമ്മളത് ത്രൂ ഒബ്സർവേഷൻ ആണ് കൂടുതലായിട്ട് എടുക്കുന്നത്. ഇപ്പൊ ക്ലിയർ ആണോ? Okay, അപ്പം presenting problem is something that the client tells you about അതെ. the problem, and മറ്റേ mental state examination is something that the psychologist actively do, right? Does. അതെ അതെന്നെയാണ് പ്രസന്റിംഗ് പ്രോബ്ലം. അതല്ല ചീഫ് കംപ്ലൈൻസ് നമ്മൾ അതിനെ പറയാറുണ്ട്. അതെന്താണ്? ഇപ്പൊ ഞാനൊരു പേഷ്യന്റ് ആണ്, എനിക്കാണ് ഡിഫിക്കൽട്ടി എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിലേടെ അടുത്ത് വരുമ്പോ ഞാൻ പറയാണ് എന്തൊക്കെയുണ്ട്, എന്താണോ പ്രശ്നം എന്നുള്ള രീതിയിൽ നിങ്ങൾ ചോദിക്കണോ. അപ്പൊ ഞാൻ പറയാണ് എനിക്ക് 2 മാസമായിട്ട് തീരെ ഉറക്കമില്ല, എനിക്ക് ഒട്ടും വിശപ്പില്ല, എനിക്കിപ്പോ ആരുടെ അടുത്ത് സംസാരിക്കാനൊന്നും തോന്നുന്നില്ല മാം, എന്റെ അടുത്ത് ആരും മിണ്ടണത് ഒന്നും എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണ്, ഞാൻ എപ്പോഴും കിടപ്പാണ്, എപ്പോഴും ഉറക്കാണ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്ന പ്രോബ്ലംസ് ഇല്ലേ, എന്താണോ എന്റെ പ്രശ്നങ്ങൾ, അതാണ് ചീഫ് കംപ്ലൈൻസ് അഥവാ പ്രസന്റിംഗ് പ്രോബ്ലം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഒന്ന് ഇനീഷ്യേറ്റഡ് ബൈ ദ ക്ലയന്റും ഒന്ന് ഇനീഷ്യേറ്റഡ് ബൈ ദ സൈക്കോളജിസ്റ്റും ആണ് അല്ലേ? അതെ. പ്രസന്റിംഗ് പ്രോബ്ലംസ് നമ്മുടെ അടുത്ത് ക്ലയന്റ് പറയുന്നത് അവരുടെ വെർബാറ്റിമിൽ ക്രോണോളജിക്കൽ ഓർഡറിൽ, അതായത് ഏത് പ്രശ്നമാണോ ആദ്യം വന്നത്. ഇപ്പൊ ഞാൻ പറയാണ് എനിക്ക് കുറെ നാളായിട്ട്, ഇപ്പൊ ഒരു 6 മാസമായിട്ട് എനിക്ക് ഒട്ടും ഉറക്കമില്ല എന്ന് പറയാന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് എഴുതും? ഫസ്റ്റത്തെ 6 മാസമായിട്ട് ഉറക്കമില്ല എന്ന് ആ പേഷ്യന്റ് പറഞ്ഞ കാര്യം ഞാൻ ഫസ്റ്റ് നോട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പറയാണ് 3 മാസമായിട്ട് എനിക്ക് വിശപ്പും ഭയങ്കരമായിട്ട് കുറഞ്ഞു. അത് കഴിഞ്ഞ് 6 കഴിഞ്ഞാൽ 3 മാസം ഞാൻ എഴുതും. അത് കഴിഞ്ഞിട്ട് പറയാം ലാസ്റ്റ് ഒരാഴ്ചയായിട്ട് എനിക്ക് എന്റെ അടുത്ത് ആരും മിണ്ടുന്നത് ഇഷ്ടമില്ല. അപ്പൊ ഞാൻ ലാസ്റ്റ് 1 വീക്ക് ആയിട്ടുള്ള കാര്യം എന്താ? ആരും മിണ്ടുന്നത് ഇഷ്ടമില്ല. അവരുടെ വെർബാറ്റിമിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? പ്രസന്റിംഗ് പ്രോബ്ലംസ് എഴുതുന്നുണ്ടാവുക. അങ്ങനെ ക്രോണോളജിക്കൽ ഓർഡറിൽ അവരുടെ വെർബാറ്റിമിൽ എഴുതുന്ന കാര്യങ്ങളാണ്, അവർ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്ത് എഴുതുക? പ്രസന്റിംഗ് പ്രോബ്ലംസിൽ എഴുതുക. ഇപ്പൊ ഒരു പേഷ്യന്റ് വന്നിട്ട് എനിക്ക് നമ്മുടെ ഡിപ്രഷന്റെ ക്രൈറ്റീരിയ അനുസരിച്ച് എനിക്ക് ഹോപ്പ്ലെസ്നെസ് ആണ് മാം, അല്ലെങ്കിൽ എനിക്ക് ഡിപ്രഷൻ ആണ്, അതല്ല എനിക്ക് വർക്ക്ലെസ്നെസ് ഉണ്ട്, എനിക്ക് സൂസൈഡൽ ഐഡിയേഷൻ കൂടുതലാണ്, അതുകൊണ്ട് എനിക്ക് ഡിപ്രഷൻ, അങ്ങനെയൊന്നും ആരും പറയില്ല. അപ്പൊ അവരുടെ വെർബാറ്റിമിൽ ഇപ്പൊ അവരെന്താ പറയാ, എനിക്കിപ്പോ ഒന്നിനോടും താല്പര്യമില്ല, എന്നെ കൊണ്ട് ഒന്നിനും ഒരു ഉപകാരം ഇല്ല എന്നാണ് തോന്നുന്നു എനിക്ക്, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും ചത്ത് കളഞ്ഞാൽ മതി എന്നാണ് തോന്നണേ എന്നുള്ള രീതിക്കായിരിക്കും അവർ എന്ത് ചെയ്യുന്നുണ്ടാവുക? പറയുന്നുണ്ടാവുക. അപ്പൊ അതൊക്കെ എന്താണ്? അവരുടെ പ്രസന്റിംഗ് പ്രോബ്ലംസ് ആണ്. അതാണ് നമ്മൾ ചീഫ് കംപ്ലൈൻസ് അല്ലെങ്കിൽ പ്രസന്റിംഗ് പ്രോബ്ലംസ് ആയിട്ട് എഴുതാറുള്ളത്. ഓക്കെ, താങ്ക് യു. അപ്പോ നമ്മൾ എന്ത് പറഞ്ഞു? നമ്മുടെ ഈ ഡിസിഷൻ പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആദ്യം അവരുടെ പ്രോബ്ലം എന്താണെന്ന് റീഡിഫൈൻ ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അതിനെ സിമ്പിൾ ആയിട്ടുള്ള സ്മോളർ ആയിട്ടുള്ള പീസസിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഈ ചില കേസുകൾ നമ്മൾ ബ്രേക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ചില പ്രോബ്ലംസ് എന്ത് ചെയ്യും? നമ്മൾ ഹൈലൈറ്റും ചെയ്യും. അടുത്തതാണ് റിക്വയർസ് ദ എക്സാമിനർ ടു കൺസിഡർ, ഇവാലുവേറ്റ് ആൻഡ് ഇന്റഗ്രേറ്റ് ദ ഡാറ്റ. എന്താ പറയുന്നത്? നമ്മുടെ എക്സാമിനർ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? അവർ കൺസിഡർ ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം, പിന്നെ ഇന്റഗ്രേറ്റ് ചെയ്യണം. പ്രൊഡ്യൂസേഴ്സ് റിസൾട്ട് ദാറ്റ് കാനോട്ട് ബി ഇവാലുവേറ്റഡ് സോൾലി ഓർ സൈക്കോമെട്രിക് ഗ്രൗണ്ട്സ്. എന്താ ചിലത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ചില കാര്യങ്ങളിൽ നമുക്ക് ഈ കേസ് ഹിസ്റ്ററി മാത്രം പോരാ, നമ്മൾ എന്ത് വേണം? സൈക്കോളജിക്കൽ ആയിട്ടുള്ള അസസ്മെന്റുകൾ കാര്യം നടത്തണം എന്നാണ് പറയുന്നത്. ഇപ്പൊ നമുക്ക് സൊമാറ്റോഫോം എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഉണ്ട്. നമുക്ക് ഭയങ്കരമായിട്ട് മെന്റലി സ്ട്രെസ് വരികയാണ്, അല്ലെങ്കിൽ മെന്റലി നമുക്ക് താങ്ങാൻ പറ്റാത്ത കാര്യം എന്ത് ചെയ്യും? നമ്മുടെ ബോഡി റിയാക്ട് ചെയ്ത് തുടങ്ങും. നമ്മൾ ഒരു ഏജ് ആയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഈ വീട്ടമ്മമാർക്കൊക്കെ ഭയങ്കര നടുവേദന, അതല്ല ഇപ്പൊ ജോബിന്റെ സ്ട്രെസ് വരുമ്പോൾ നമുക്ക് ഭയങ്കര നടുവേദന, തലവേദന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനൊന്നും ഒരു മെഡിക്കൽ ഹിസ്റ്ററി നമുക്ക് കിട്ടുന്നില്ല. കുറെ ടെസ്റ്റുകൾ നമ്മൾ കുറെ ഡോക്ടർമാരുടെ അടുത്തൊക്കെ പോയി ചെയ്തിട്ട് നമുക്ക് ഒരു മെഡിക്കൽ സപ്പോർട്ടും അതിന് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യും? സൈക്കോളജിസ്റ്റിന്റെ അടുക്കിലേക്ക് എന്ത് ചെയ്യും? റെഫർ ചെയ്തു കൊടുക്കും. അതെന്താ? സൊമാറ്റോഫോം എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. നമുക്ക് മെന്റലി ഭയങ്കര സ്ട്രെസ് കാര്യങ്ങളൊക്കെ വരികയാണ്, അത് നമ്മുടെ ബോഡി എന്ത് ചെയ്തു തുടങ്ങും? റിയാക്ട് ചെയ്തു തുടങ്ങും. അപ്പൊ അങ്ങനത്തെ ഒക്കെ ടെസ്റ്റുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാറ്റഗറി ഒക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സൈക്കോളജിക്കൽ ആയിട്ടുള്ള അസസ്മെന്റിന് ഇപ്പൊ എന്താക്കുക? സൈക്കോമെട്രിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ കാര്യങ്ങൾക്കൊക്കെ റെഫർ ചെയ്ത് വിടുന്നതാണ്. ഈസ് ലെസ് റുട്ടീൻ ആൻഡ് ഇൻഫ്ലെക്സിബിൾ, മോർ ഇൻഡിവിജ്വലൈസ്ഡ്. എന്താ പറയുന്നത്? നമുക്ക് ഇപ്പൊ ഒരു പേഷ്യന്റ്, ഞാൻ ഇപ്പൊ എന്റെ ഒരു പേഷ്യന്റിന്റെ പേരെന്താണ്? ഒരു എ എന്ന് പറയുന്ന ആൾ എന്റെ ഒരു പേഷ്യന്റ് ആണ്. ഞാൻ ആ ഒരു എക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് പ്ലാൻ തന്നെ ആയിരിക്കില്ല ഞാൻ എന്ത് ചെയ്യാം? വേറൊരാൾക്ക് കൊടുക്കുക. അതുകൊണ്ട് ഞാൻ എന്തായിരിക്കും? ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടായിരിക്കും. ഒരു ഡിപ്രഷൻ പേഷ്യന്റിനെ ചികിത്സിക്കുന്ന പോലെ ആയിരിക്കില്ല ഞാൻ എന്ത് ചെയ്യുന്നുണ്ടാവുക? വേറെ ഡിപ്രസീവ് ആയിട്ടുള്ള ഒരു പേഷ്യന്റിനെ ചികിത്സിക്കുന്നുണ്ടാവുക. കുറച്ചും കൂടെ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള തെറാപ്പികളാണ് നമ്മൾ എന്ത് ചെയ്യാറ്? ഒരു സൈക്കോളജിക്കൽ സെറ്റിംഗ്സിൽ കൊടുക്കാറ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ഭയങ്കര ആസ് എ തെറാപ്പിസ്റ്റ് നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം എന്ന് പറയുന്നത്. ക്ലിയർ ആണോടാ? ഓക്കെ, അപ്പൊ നമ്മൾ
ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് 1ന്റെ പാർട്ട് 1 ആണ് പറഞ്ഞത്. അതായത് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, എന്താണ് സൈക്കോളജിക്കൽ അസസ്മെന്റ്, അതിന് 2 ടൈപ്പ് ഉണ്ട്, ഫോർമൽ അസസ്മെന്റ്സ് ഉണ്ട്, ഇൻഫോർമൽ അസസ്മെന്റ് ഉണ്ട്. പിന്നെ നമ്മൾ ഒരു എന്താ പറഞ്ഞത്? ആ ആദ്യം പറഞ്ഞു അത് സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ ആണ്, പക്ഷെ ഉം. പിന്നെ ലേറ്റർ പറഞ്ഞു ഫോർമൽ അല്ലാന്ന് എവിടെയോ. അപ്പൊ അതെ അതെ. അതെങ്ങനെയാ? അതായത് നമ്മുടെ മാലോണി ആൻഡ് വാർഡ് എന്ന് പറയുന്ന ആൾക്കാര് അസസ്മെന്റിനെ പറ്റി പറഞ്ഞതാണ് നമ്മൾ എന്ത് പറഞ്ഞത്, അതിനൊരു ഡിഫൈൻഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഇല്ല എന്ന് പറഞ്ഞത് ആരാണ്? മാലോണിയും വാർഡ് എന്ന് പറയുന്ന 2 പേര് അതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള എന്തില്ല, ഡിഫൈൻഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് അതിനില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ നമ്മൾ സൈക്കോളജിക്കൽ അസസ്മെന്റിന് എന്താ പറയാ, അതാ ഞാൻ അവിടെ പ്രത്യേകം പറഞ്ഞത്. നമുക്ക് ഇപ്പൊ കേസസ് എടുക്കുമ്പോൾ ഏതൊക്കെ പോയിന്റ്സ് ഞാൻ ചോദിക്കണം, MSc എടുക്കുമ്പോൾ ഏതൊക്കെ പോയിന്റുകളാണ് നോട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് എൻ്റെ ഒരു പാറ്റേൺ ഉണ്ട്. ആസ് എ തെറാപ്പിസ്റ്റ് എൻ്റെ ഒരു പാറ്റേൺ ഉണ്ട്. അപ്പൊ അതിൽ പ്രീഡിസ്പോസിംഗ് ഫാക്ടർ ചോദിക്കണം, അല്ലെങ്കിൽ MScയിൽ അറ്റൻഷൻ കോൺസെൻട്രേഷൻ ചോദിക്കണം, മെമ്മറി ചോദിക്കണം, അവരുടെ ജനറൽ അപ്പിയറൻസ് നോക്കണം, ഇൻസൈറ്റ് നോക്കണം എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ ഇതൊക്കെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ട്, ഓക്കെ, മെമ്മറി കഴിഞ്ഞാൽ അറ്റൻഷൻ കോൺസെൻട്രേഷൻ ചോദിക്കണം, അറ്റൻഷൻ കോൺസെൻട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അവരുടെ അബ്സ്ട്രാക്ട് തിങ്കിങ് ചോദിക്കണം, അബ്സ്ട്രാക്ട് തിങ്കിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസൈറ്റ് ചോദിക്കണം എന്ന് അങ്ങനെ ഒരു മെക്കാനിക്കൽ ആയിട്ട് ഇല്ല എന്നാണ് ആര് പറയുന്നത്, മെലോണി ആൻഡ് വാർഡ് പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആണോ? സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് പോണ്ട, അതായത് നമുക്ക് ഓരോരോ കുത്തുകൾ യോജിക്കണ പോലെ നമ്മൾ പോണ്ട ഒരു പാറ്റേൺ ഉണ്ട്. പക്ഷെ ഈ ഒരു വഴി മാത്രമേ ഇത് ചോദിച്ചതിന് ശേഷമേ മറ്റത് ചോദിക്കാൻ പാടുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. നാളെ നമുക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ടെക്സ്റ്റ് ചെയ്യുകയോ ഗ്രൂപ്പിൽ ചോദിക്കുകയോ ചെയ്തോളൂ. ഇതിന്റെ വീഡിയോ എന്ത് ചെയ്ത് തരാം, ആപ്പിലേക്ക് ഇട്ട് തരാം കേട്ടോ. നാളെ നമ്മൾ പർപ്പസ് ഓഫ് അസസ്മെന്റ് ആണ് പറയാൻ പോകുന്നത്. ക്ലിയർ അല്ലേ? ഇതിപ്പോ ബ്ലോക്ക് 1 യൂണിറ്റ് 1. ബ്ലോക്ക് 1 യൂണിറ്റ് 1. ഓക്കെ. ഇതിന്റെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾറെഡി പബ്ലിഷ്ഡ് അല്ലേ 2025-ന്റെ? ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അതിൽ നമ്മൾ അസൈൻമെന്റ്, ചില സ്ഥാപനങ്ങൾ ഇങ്ങനെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എഴുതി കൊടുക്കുന്ന പോലെ നമ്മൾ കൊടുക്കാറില്ല. കാരണം അതിൽ നമ്മൾ എന്താവും, എല്ലാവരുടെയും ഒരേപോലെ ആൻസേഴ്സ് വന്നാൽ നിങ്ങളുടെ മാർക്ക് കുറയും. നമ്മൾ അതിനൊരു ഗൈഡ് ലൈൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഏത് പെണ്ണിന്. അല്ല, അതിന് വേണ്ടിയിട്ടല്ല ഞാൻ ചോദിച്ചത്. ഇപ്പൊ നിങ്ങൾ കവർ ചെയ്ത യൂണിറ്റിന്ന് ഏതെങ്കിലും അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടോ നമുക്ക്? അല്ല, ഇത് കഴിഞ്ഞ ഉടനെ എഴുതുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, ഞാൻ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ റിവൈസ് ചെയ്തിട്ട് ഇടുന്നുണ്ടെങ്കിൽ ഞാൻ ആ ബേസിസിലും കൂടെ പറഞ്ഞു തരാം കേട്ടോ. നമ്മൾ സാധാരണ ഇവിടെ കൊടുക്കാറുള്ളത്, അതായത് നമ്മുടെ ക്ലാസ്സിന്റെ സ്ട്രക്ചർ വരുന്നത്, നമ്മൾ ഓരോ പോർഷൻസ് എടുക്കും, ഓരോ യൂണിറ്റ് വൈസ്. ബ്ലോക്ക് 1ല് ഒരു യൂണിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കും. പ്രീവിയസ് ഇയറിൽ ഒരു 5-6 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ജൂണിലും ഡിസംബറിലും നടന്ന ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കും, ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ ഉണ്ടാക്കും. ദെൻ ആ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും ഏതൊക്കെ ഏരിയയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചത്, റിപ്പീറ്റഡ് ആയിട്ട് ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടോ, അങ്ങനത്തെ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും ഒരു ഡിസ്കഷൻസ് ആണ് വെക്കാറ്. അങ്ങനെ നമുക്ക് 14 യൂണിറ്റ് ഉണ്ടെങ്കിൽ 14 യൂണിറ്റ് ഓരോന്നും കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡിസ്കഷൻ വെക്കും. സ്റ്റഡി പ്ലാൻ ബേസിസിൽ പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചതിന്റെ ബേസിസിൽ ഒരു ഡിസ്കഷൻ വെക്കും. അത് കഴിഞ്ഞ് നമ്മുടെ കംപ്ലീറ്റ് എല്ലാ പോർഷൻസും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, എല്ലാവർക്കും കൂടെ ഒരു സെഷൻ കൂടെ നമ്മൾ വെക്കും. എന്തിന്റെ, ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ. അപ്പൊ ചില ആൾക്കാർ എപ്പോഴും നമ്മുടെ അടുത്ത് പറയാറുണ്ട്, ഞാൻ എഴുതുന്നുണ്ട് പക്ഷെ എനിക്ക് മാർക്ക് കിട്ടുന്നില്ല. അപ്പൊ എങ്ങനെയാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതുക, അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യങ്ങൾ, പാരഗ്രാഫ് ആക്കേണ്ട കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റഡി പ്ലാന്റെ ബേസിസിൽ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാറ്. ഓക്കെ അല്ലേ? അതെ അതെ. പിന്നെ ഈ ജൂണിലാണോ എക്സാം യൂഷ്വലി ഉണ്ടാവുക? ജൂണിലും ഡിസംബറിലും ആണ് നമുക്ക് എക്സാം യൂഷ്വലി ഉണ്ടാവാറുള്ളത്. അത് നമ്മൾ രജിസ്റ്റർ ചെയ്യണ ഏതൊക്കെ പേപ്പർ എഴുതുന്നുണ്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ. എക്സാമിനേഷൻ ഡേറ്റ്സ് ഒക്കെ ഏപ്രിലൊക്കെയാണോ വരിക യൂഷ്വലി? അത് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഗ്രൂപ്പിൽ അറിയിക്കും കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ താങ്ക് യു. നാളെ സെയിം ടൈമിൽ നമുക്ക് എന്നും 3 മണിക്കാണ് ക്ലാസ്. ഇൻ കേസ് കയറാനായിട്ട് പറ്റില്ല എന്ന് വെച്ച് ടെൻഷൻ ആവണ്ട. നമ്മൾ എന്ത് ചെയ്യും, ആപ്പിലേക്ക് വിത്തിൻ 24 hours നമ്മൾ ക്ലാസ്സസ് ഇടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ ഓക്കെ. എനിക്ക് മോസ്റ്റ്ലി ഈ സമയത്ത് മീറ്റിംഗ്സ് ഉണ്ട്, അപ്പൊ പറ്റുന്ന ദിവസം കയറാം. ഓക്കെ. എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഞാനിപ്പം ജർമ്മനിയിലാ, IT-ലാ. ഓക്കെ. പക്ഷെ നിങ്ങളുടെ നാട്ടിലേക്ക് വരും
അപ്പം എഴുതാൻ പറ്റിയിട്ടില്ല ഒന്നും ഇതുവരെ. ഓക്കെ ഓക്കെ. അപ്പൊ ശരി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ചെയ്താൽ മതി കേട്ടോ. താങ്ക് യു. താങ്ക് യു. ബൈ.